ദൈവത്തിന്റെ സർവായുധ വർഗം അല്ലെങ്കിൽ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ സർവായുധ വർഗം അല്ലെങ്കിൽ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ് എന്നുള്ളതാണ് ഇന്ന് ആദ്യകാലത്തെ എൻ്റെ ചിന്താവിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. അതിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 6:11 മുതൽ 20 വരെ. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. Ephesians 6:11-20. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലം സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതും ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാൽ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടനെ തീയുമ്പോളെ ഒക്കെയും എടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. 20 വരെ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനാ ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണമെന്നും പ്രാർത്ഥിക്കും. താങ്ക് യു. ഈ വായിച്ച വേദഭാഗത്തേക്ക് വരുന്നതിനുമ്പായിട്ട് പ്രാരംഭമാണ് ചില കാര്യങ്ങൾ ഈ എഫേസ് ലേഖനത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ അല്ലെങ്കിൽ പ്രസന്റ് എപ്പിസോഡ്സ് എന്നറിയപ്പെടുന്നത് എഫേസർ, ഫിലിപ്പർ, കൊലോസർ, ഫിലേമോൻ എന്നീ 4 ലേഖനങ്ങളാണ്. എഫേസർ ലേഖനം പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും വെച്ച് സഭകൾക്കുള്ള ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഉള്ളടക്കത്തിന്റെ ശ്രേഷ്ഠമായ പ്രകൃതിയെ പരിഗണിക്കുമ്പോൾ സ്വർഗീയമായ ലേഖനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് എഫേസോസ് പട്ടണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ചിന്തിക്കാം. ആ എഫേസോസ് പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആരംഭിച്ച സഭയാണ് എഫേസോസിലെ സഭ എന്ന് പറയുന്നത്. അവർക്ക് ഇത് ലേഖനമാണ് എഫേസ് ലേഖനം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ എഫേസോസ് പട്ടണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈജിയൻ കടലിൽ പതിക്കുന്ന കേസ്തർ നദിയുടെ കരയ്ക്ക് ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറെ തീരത്തുള്ള ഒരു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് എഫേസോസ്. കേസ്തർ നദിയുടെ തെക്കേ തീരത്താണ് എഫേസോസ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പൗലോസ് പ്രവർത്തിക്കുമ്പോൾ എഫേസോസ് പട്ടണം കടലിൽ നിന്നും 3 മൈൽ ദൂരെയായിരുന്നു. ഇത് കൊരിന്തിൽ നിന്നും 300 മൈൽ ദൂരെയുള്ള ഒരു പട്ടണമായിരുന്നു. പൗലോസിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഈ പട്ടണം പടിഞ്ഞാറെ ഏഷ്യ മൈനറിലെ ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു. റോമൻ ഗവർണർമാരും സന്ദർശകരും പടിഞ്ഞാറ് നിന്ന് റോമാ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രകൃതിദത്തമായ കവാടമായിരുന്നു ഈ എഫേസോസ് പട്ടണം. റോമയുടെ കീഴിൽ എഫേസോസ് ഒരു സ്വതന്ത്ര പട്ടണത്തിന്റെ പദവി ആസ്വദിച്ചു. പട്ടണ മേനവൻ അല്ലെങ്കിൽ ടൗൺ ക്ലർക്ക് വളരെ സ്വാധീനങ്ങളും ഉത്തരവാദിത്വം ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ 19:35 നമുക്ക് കാണാൻ സാധിക്കും. എഫേസോസിന്റെ പ്രധാന മഹത്വം എന്നത് അതിൻ്റെ വലിയ അമ്പലമായിരുന്നു. ആ അമ്പലത്തിലെ പെൺദൈവം അല്ലെങ്കിൽ ഗോഡസ് അല്ലെങ്കിൽ ദേവി
അർത്തിമസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രീക്കുകാരാണ് ഈ പേര് വിളിച്ചിരുന്നത്. എന്നാൽ റോമാക്കാർ ഈ ദേവിയെ വിളിച്ചിരുന്നത് ഡയാന എന്നാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്നായ എലിസബത്ത് രാജ്ഞിയുടെ മരുമകളുടെ പേരും ഡയാന എന്നായിരുന്നു. ഒരു കാറപടത്തിലാണ് ഡയാന മരിച്ചത് നമുക്കറിയാം. രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ ഈ അർത്തിമസ് എന്ന് പറയുന്ന ദേവിയുടെ റോമക്കാർ വിളിച്ചിരുന്നതായ പേരാണ് ഡയാന എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഈ അമ്പലം അറിയപ്പെട്ടിരുന്നത്. ഈ അമ്പലം തിളങ്ങുന്ന മാർബിൾ കല്ലുകൾ കൊണ്ടാണ് പണിതിരുന്നത്. ഇതിന് 343 അടി നീളവും 164 അടി വീതിയും 6 അടി പൊക്കവും ഉണ്ടായിരുന്നു. ഇതിന് 127 മാർബിൾ തൂണുകൾ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിന്റെ ഇരുണ്ടതും അശുദ്ധവുമായ അറകളിൽ ആരാധകർ അസന്മാർഗീയമായ അല്ലെങ്കിൽ ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നു. ഈ അമ്പലത്തിന്റെ അതിർത്തികളിൽ പ്രവേശിക്കുന്ന ഒരു കുറ്റവാളിയെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഈ ദേവിയുടെ വിഗ്രഹം സ്വർഗത്തിൽ നിന്ന് വീണു എന്നാണ് അവകാശപ്പെടുന്നതെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 19:35 നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ AD 262 ആ അമ്പലം നശിപ്പിക്കപ്പെട്ടു. 50,000 കാഴ്ചക്കാരെ ഇരുത്തുവാൻ തക്കതായ ഒരു വലിയ തിയേറ്റർ അല്ലെങ്കിൽ കൊട്ടക എഫേസോസിൽ ഉണ്ടായിരുന്നു. ജ്യോതിഷം, മന്ത്രവാദം മുതലായ കാര്യങ്ങളിൽ ഇത് വളരെ പ്രശസ്തമായിരുന്നു. ഇനി നമുക്ക് എഫേസോസിലെ സഭയെക്കുറിച്ച് ചിന്തിക്കുക. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് എഫേസോസ് പട്ടണത്തെ കുറിച്ചായിരുന്നു. ഇനി അവിടെ ആരംഭിച്ചതായ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതായ എഫേസോസ് സഭയെക്കുറിച്ച് നമുക്ക് അല്പ കാര്യങ്ങൾ ചിന്തിക്കാം. അവർക്കാണല്ലോ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നു. ആദ്യമായി എഫേസോസിൽ സുവിശേഷം എത്തിച്ചത് എന്നാണെന്നും ആരാണെന്നും വ്യക്തമല്ല. അപ്പോസ്തലനായ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ പൗലോസ് എഫേസോസിലെ യഹൂദന്മാരുടെ പള്ളിയിലേക്ക് ഒരു സന്ദർശനം നടത്തുകയും തന്റെ സഹായികളായ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും അവിടെ വിട്ടയച്ചു പോരുകയും ചെയ്തുവെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 18 മുതൽ 21 വരെ വാക്യം നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിന്റെ മടങ്ങിവരവിന് മുമ്പായി ഒരു അപ്പൊല്ലോസ് എഫേസോസിലേക്ക് വന്നു. അവൻ അഖായയിലേക്ക് പോകുവാൻ തീരുമാനിച്ചപ്പോൾ എഫേസോസിലെ സഹോദരന്മാർ ശിഷ്യന്മാർക്ക് ഒരു കത്തെഴുതുകയും ചെയ്തു എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 18:27 നമുക്ക് കാണാൻ സാധിക്കും. ഇത് വ്യക്തമാക്കുന്നത് പൗലോസ് എഫേസോസിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി അവിടെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ എഫേസോസിലെ സഭയ്ക്ക് ശരിയായ ഒരു ആരംഭം കൊടുത്തത് അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 19:1 മുതൽ 9 വാക്യം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പൗലോസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാം. തന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫേസോസിൽ എത്തുകയും യഹൂദന്മാരുടെ പള്ളിയിൽ അല്ലെങ്കിൽ സിനഗോഗിൽ തന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹം 3 മാസം തുടർന്നു. എന്നാൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ പൗലോസ് തന്റെ ശിഷ്യന്മാരെ വേർതിരിക്കുകയും തുറന്നോസിന്റെ പാഠശാലയിൽ അല്ലെങ്കിൽ ലെക്ചർ ഹാളിൽ തന്റെ വേല തുടരുകയും ചെയ്തു എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 19:8 മുതൽ 10 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സുവിശേഷ വിരോധികളുടെ എതിർപ്പുകൾ ഇന്ന് തുടങ്ങിയതല്ല, അന്ന് തൊട്ടേ ഇത് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ എഫേസോസ് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇത് 2 വർഷം തുടർന്നു. എന്നാൽ അസഹനീയമായ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ പൗലോസ് എഫേസോസ് വിടുവാൻ നിർബന്ധനായിട്ട് തീർന്നു. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസിന് ഇന്നുള്ളതുപോലെ തന്നെ അസഹനീയമായ എതിർപ്പുകൾ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസ് പട്ടണം വിടുവാൻ തൊട്ട് തീരുമാനിച്ചു. ഇത് തന്റെ പ്രവർത്തനത്തിന്റെ 3 വർഷം പൂർത്തിയാകാറായപ്പോഴാണ് സംഭവിച്ചത്. എഫേസോസിലെ സഭ
പ്രധാനമായും ഉണ്ടായത് ജാതികളിൽ നിന്ന് ഓരോരുത്തരും ചെയ്തു വന്ന വിശ്വാസങ്ങളെ കൊണ്ടാണ്. ജെന്റൈൽ കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരില്ലാത്തായ എല്ലാ മനുഷ്യരും ജാതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളും അപ്രകാരം ഈ ജാതികളിൽ നിന്ന് വന്നായ വിശ്വാസികളാണെങ്കിൽ നമ്മളും ജെന്റൈൽ കൺവേഴ്സ് തന്നെയാണ്. ജെന്റൈൽസ് എന്ന് പറഞ്ഞാൽ നോൺ ജൂസ് അല്ലെങ്കിൽ യഹൂദന്മാരില്ലാത്തായ എല്ലാ മനുഷ്യരാണ് ജാതികൾ എന്ന് വിളിക്കുന്നത്. അവരിൽ ഭൂരിഭാഗം പേരും മദ്യപന്മാരും സന്മാർഗികമായി തകർന്നവരും വിഗ്രഹാദികളും മന്ത്രവാദികളും ആയിരുന്നു. ഇന്നും അനേക പെന്തക്കോസ്ത് സഭകളിൽ വരുന്ന പല അച്ചായന്മാരും സാക്ഷ്യപരം കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് അവർക്ക് വളരെയും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിട്ട് ജീവിച്ചവരായിരുന്നു സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എഫേസ്യ സഭയിലും വന്നായ വിശ്വാസത്തിൽ അപ്രകാരം നേരത്തെ അവരെ കൺവേർഷൻ മുമ്പാട്ടിൽ അവരെ വിശ്വാസാനമൊക്കെ സ്വീകരിക്കുക അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ ഇപ്രകാരം ഈ മദ്യപാന്മാരും അതുപോലെ തന്നെ സന്മാർഗീയമായി തകർന്നവരും അല്ലെങ്കിൽ ഇമ്മോറലായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നവരും വിഗ്രഹാരാധനയും മന്ത്രവാദവും ഒക്കെ ആയിരുന്നു. നമുക്ക് ഈ അവരുടെ പശ്ചാത്തലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എഫേസോസ് സഭയിലെ വിശ്വാസികളുടെ മുൻകാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് അവരെ പൊതുവായും വീട് തോറും കയറിയും പഠിപ്പിച്ചു. ദെമോത്രിയസ് എന്ന തട്ടാന്റെ നേതൃത്വത്തിലുള്ള ഉപദ്രവത്തിന് ശേഷം പൗലോസ് മക്കതോനിയയിലേക്ക് പോയി. ആ സ്ഥലത്തുള്ള മറ്റുള്ളവർക്ക് എഫേസോസിലെ സഭ ഒരു മാതൃസഭ ആയിരുന്നു. എന്നാൽ എഫേസോസ് പട്ടണത്തിന്റെ അധപ്പതനത്തിന് ശേഷം ആ സഭയും അധപ്പതിക്കുകയും ആത്മീയമായ അന്ധകാരം അവിടെ നിറയുകയും ചെയ്തു. വേറെ വിധത്തിൽ പറഞ്ഞാൽ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. വെളിപ്പാട് 2:5. പൗലോസ് മടങ്ങിയപ്പോൾ തിമോത്തിയോസ് ആയിരുന്നു എഫേസോസ് സഭയുടെ മൂപ്പൻ എങ്കിൽ പാസ്റ്റർ എന്ന് 1 തിമോത്തിയോസ് 1:3-4 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം പറയുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ അവസാന വർഷങ്ങളിൽ എഫേസോസിൽ താമസിച്ച് ഏഷ്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു എന്നാണ്. ഉയർത്തുന്നേറ്റ കർത്താവിൽ നിന്നുള്ള വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ എഴുതിയിട്ടുള്ള 7 കത്തുകളിൽ ആദ്യത്തെ കത്ത് എഫേസോസിലെ സഭയ്ക്ക് ഉള്ളതാണെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ലേഖനത്തിന്റെ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എഫേസ് ലേഖനത്തിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് ചിന്തിക്കാം. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം ഈ ലേഖനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ക്രിസ്തു ഒരിക്കൽ പഠിപ്പിച്ച അതിന്റെ ഉപദേശങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ചെയ്തിരിക്കുന്നത്. ആരാധന, വെളിപ്പാടുകൾ, ആത്മീയ ബലപ്പെടുത്തൽ, യുദ്ധക്കളം മുതലായ വിഷയങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലേഖനം 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാവുന്നതാണ്. ഒന്നാമത്തെ ഭാഗം ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ ഭാഗം അവസാനത്തെ 3 അധ്യായങ്ങൾ കാണിക്കുന്നത് സുവിശേഷ സത്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നത് എന്നാണ്. ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് ഈ ലേഖനത്തെ നമുക്ക് തരംതിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എഫേസ്യ ലേഖനത്തിന്റെ സ്ഥലത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ചിന്തിക്കാം. പ്ലേസ് ആൻഡ് ഡേറ്റ്. എഫേസ്യ ലേഖനം റോമിലെ കാരാഗൃഹത്തിൽ വെച്ച് AD 62 അപ്പോസ്തലനായ പൗലോസ് എഴുതി തിഹിക്കോസിന്റെ കൈവശം കൊടുത്തയച്ചത്. അപ്പോൾ അത് റോമിലെ കാരാഗൃഹത്തിൽ എഴുതിയത് AD 62 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഓരോ അധ്യായത്തിലെയും 7കളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓരോ അധ്യായത്തിലെയും 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ അല്ലെങ്കിൽ ഈ ലേഖനത്തിലെ ഓരോ അധ്യായത്തിലും 7 പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ വെളിപ്പാട് പുസ്തകത്തെ പോലെ 7ന്റെ പുസ്തകം എന്നാണ് ഈ ലേഖനത്തെയും വിളിക്കുന്നത്. താഴെ പറയുന്നവയാണ് 7 വിഷയങ്ങൾ. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നതായ 7 കാര്യങ്ങൾ 7 അനുഗ്രഹങ്ങളാണ്.
രണ്ടാമത്തെ അധ്യായത്തിലെ വിഷയം അധപ്പതനത്തിന്റെയും തരംതാളിന്റെയും 7 വ്യവസ്ഥകളാണ്. മൂന്നാമത്തെ അധ്യായത്തിലെ വിഷയം സഭയാൽ ആസ്വദിക്കപ്പെടേണ്ട 7 ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ്. നാലാമത്തെ അധ്യായത്തിലെ വിഷയം സഭയുടെ ഉപദേശപരമായ 7 അടിസ്ഥാനങ്ങളാണ്. അഞ്ചാമത്തെ അധ്യായത്തിലെ വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന 7 മഹത്തായ നേട്ടങ്ങളാണ്. ആറാമത്തെ അധ്യായത്തിലെ വിഷയം ദൈവത്തിന്റെ സർവ്വായുധ വർഗത്തിന്റെ 7 ആയുധങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ അധ്യായത്തിലും 7 കാര്യങ്ങൾ വീതം അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആറാമത്തെ അധ്യായം പറയുന്നത് നമുക്ക് ഒരു അദൃശ്യനായ ശത്രു ഉണ്ടെന്നാണ്. ഈ ആറാമത്തെ അധ്യായത്തിലെ ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. അതായത് സാത്താനും അവന്റെ പിൻഗാമികളും, അതാണ് ഈ ആറാമത്തെ അധ്യായത്തിൽ പറയുന്നതായ അദൃശ്യനായ ശത്രു. അതായത് പല വിഭാഗങ്ങളിൽപ്പെട്ട വീണദൂതന്മാർ. അതുകൊണ്ട് നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും യുദ്ധമുണ്ട്. അതുകൊണ്ട് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം അദൃശ്യനായ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് നാം തീർച്ചയായും ദൈവത്തിന്റെ സർവ്വായുധ വർഗം ധരിക്കണം എന്നാണ്. അതിനാൽ നമുക്ക് ദൈവത്തിന്റെ സർവ്വായുധ വർഗത്തെ പറ്റി ഒരു വിശദമായ പഠനം നടത്താനാണ് ഇന്ന് രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ 7 ആയുധങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 5 എണ്ണം പ്രതിരോധത്തിനും അവശേഷിക്കുന്ന 2 എണ്ണം ആക്രമണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. 2 കൊരിന്ത്യർ 10:4 കാണുന്നത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ഇടിയങ്ങളല്ല, കോട്ടയടിപ്പാൻ ദൈവത്തിൽ ശക്തിയുള്ള തന്നെയെന്നാണ്. അപ്പോൾ വളരെ ശക്തിയുള്ള ആയുധങ്ങളാണ്, അല്ലെങ്കിൽ മൈറ്റി വെപ്പൺസ് ആണ് ദൈവകർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ് അപ്പോസ്തലൻ പൗലോസ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്നാൽ ദുഷ്കരമായ ശത്രുവിനെ കീഴടക്കുവാൻ ഒരു പട്ടാളക്കാരന് ഈ ശക്തി പോരാ. അമാനുഷ്യമായ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് അമാനുഷ്യമായ ബലം മാത്രമല്ല, ദൈവികമായ പടച്ചട്ടയും ആയുധങ്ങളും വേണം. അതിനാൽ നമുക്ക് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളെ പോലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ബലം പ്രാപിക്കുകയും ബലത്തിനായുള്ള ഊർജത്തിനായും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യാം. ഒരു മനുഷ്യന്റെ കൈയുടെ ശക്തി അവന്റെ ശരീരത്തിന്റെ ബലത്തിൽ നിന്നാണ് വരുന്നത്. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായാൽ ജീവനും ശക്തിയും അവനിൽ നിന്ന് മാത്രമാണ് ലഭിക്കേണ്ടത്. ഒരു പട്ടാളക്കാരൻ പ്രതിരോധ ആയുധങ്ങളെ കൊണ്ടും ആക്രമണ ആയുധങ്ങളെ കൊണ്ടും, അല്ലെങ്കിൽ ഡിഫെൻസീവ് ആൻഡ് ഒഫൻസീവ് വെപ്പൺസ് തന്നെ സജ്ജമാക്കേണ്ടതാണ്. നമുക്ക് ആ പ്രതിരോധ ആയുധങ്ങളെക്കുറിച്ചും ആക്രമണ ആയുധങ്ങളെക്കുറിച്ചും ഓരോന്നായി പഠിക്കാം. ഒരു റോമൻ പട്ടാളക്കാരന്റെ ചിത്രമാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് പ്രതിരോധ ആയുധങ്ങൾ, അല്ലെങ്കിൽ വെപ്പൺസ് ഓഫ് ഡിഫൻസ്, അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 5 ആയുധങ്ങളാണ് പ്രതിരോധ ആയുധങ്ങൾ, അല്ലെങ്കിൽ വെപ്പൺസ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് സത്യം എന്ന ബെൽറ്റ്, ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. എഫേസ്യർ 6:14 വെളിപ്പാട് 21:8 യോഹന്നാൻ 8:44 ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ 5:1 വാക്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് അനേകർക്ക്, അല്ലെങ്കിൽ അനേക ക്രിസ്ത്യാനികൾക്ക് ഈ ബെൽറ്റ്, ഈ സത്യം എന്ന് പറയുന്ന ബെൽറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് റോമൻ പട്ടാളക്കാരന്റെ ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് അവന്റെ യൂണിഫോമിന്റെ അരയ്ക്ക് കെട്ടുന്നതായ ബെൽറ്റാണ്. അത് അവന്റെ യൂണിഫോം ഒക്കെ താഴേക്ക് ഉരിഞ്ഞ് പോകാതിരിക്കാനായിട്ടും, അവനെ ഈ ശത്രുവിനെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ശത്രുവായുള്ള യുദ്ധക്കളത്തിൽ അവനെ വളരെ അരയൊക്കെ മുറുക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഈ ബെൽറ്റ് കെട്ടുന്നത്. എന്നാൽ ദൈവത്തിന്റെ പട്ടാളക്കാരായ നമ്മുടെ ജീവിതത്തിലും ഒരു ബെൽറ്റ് ആവശ്യമാണ്. ആ ബെൽറ്റിന്റെ പേരാണ് സത്യം, അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയും. എന്നാൽ അനേക ക്രിസ്ത്യാനികളുടെ ആ ബെൽറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് അവരെ
ക്രിസ്ത്യാനിന്ന് പേരുണ്ടെങ്കിലും നാക്കെടുത്താൽ കള്ളം മാത്രമാണ് പറയുന്നത്. ഒരിക്കലും അവർ കള്ളം പറയുന്നത്, അവർ സത്യം പറയുന്നത്. അപ്പോൾ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ലെന്നാ പല ആൾക്കാരും ചിന്തിക്കുന്നാൽ നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഭോഷ്ക് പറയുന്ന എവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന വൈകല്യത്ര എന്നാണ്. സമയത്ത് എടുത്ത് വായിക്കുന്നില്ല വെളിപ്പാട് എഴുതുന്നതിന്റെ 8. അതുപോലെ യോഹന്നാൻ 8:44 പറയുന്നത് സാത്താനെ കുറിച്ച് പറയുന്നത് അവൻ ഭോഷ്കിന്റെ അപ്പനാണെന്നാണ്. അപ്പോൾ ഈ കള്ളം പറയുന്നവരുടെയൊക്കെയും അപ്പൻ പിശായാണെന്നാണ് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരളി പിശാജ് കള്ളം പറയാൻ മാത്രമേ, പിന്നെയോ കള്ളം പറയുന്നവരുടെ അപ്പൻ കൂടിയാണെന്നാണ്, അല്ലെങ്കിൽ ഭോഷ്കിന്റെ അല്ലെ കള്ളത്തിന്റെ അപ്പൻ കൂടിയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം പറഞ്ഞല്ലോ, ഭോഷ്ക് പറയുന്ന അല്ലെങ്കിൽ കള്ളം പറയുന്ന ഏവർക്കുള്ള ഒരു തീയും ഗന്ധ പുകയിലിരുന്നു. മലയാളത്തിൽ പൊയ്ക എന്നാണ് പറഞ്ഞെങ്കിലും പരിഭാഷ തെറ്റാണ്. ഇംഗ്ലീഷ് വായിക്കുന്നത് ലേക്ക് ഓഫ് ഫയർ എന്നാണ്. ലേക്ക് ഓഫ് ഫയർ, അതായത് കായൽ. ഞാൻ മടക്കാല ഫെയ്ത്ത് സെമിനാരിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള അതിനടുത്തുള്ളതായ കൊല്ലം ജില്ലയിലെ ഒരു ശാസ്താംകോട്ട കായൽ കടനായിട്ട് കടന്നുപോയി. അപ്പോൾ വളരെ വീതിയുള്ളൊരു ശുദ്ധജല തടാകമാണത്. അതിനക്കരെ ഞങ്ങൾക്കൊരു ബോട്ട് യാത്രയുണ്ട്, വള്ളത്തിലുള്ള യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ വീതിയുള്ളൊരു കായലാണ്. അതുപോലെ ഇസ്രായേലിൽ 2014 എനിക്ക് പിതാവിനെയും കൊണ്ട് പോകാൻ ഭാഗ്യം ദൈവകർത്താവിരിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് യേശുക്രിസ്തു ശിശുമാരുടെ യാത്ര ചെയ്തായ ഗലീല കടലിൽ കൂടി ഒരു ബോട്ട് യാത്രയുണ്ട്. അത് ബോട്ടിലാണ് യാത്ര ചെയ്ത്, ശാസ്താംകോട്ട കായലിൽ യാത്ര ചെയ്ത് വള്ളത്തിലാണ് ക്രോസ് ചെയ്ത്. അപ്പോൾ ആ ഗലീല കടലും അതിന് കടലെന്ന പേരുണ്ടെങ്കിലും വേറെ പേര് ഗന്നേസറത്ത് തടാകം എന്നാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു കായലാണ്, ഒരു തടാകമാണ്. ഞാൻ അതിൽ വെള്ളമൊക്കെ നാക്കിൽ വെച്ചിട്ട് യേശു നോക്കിയിട്ടുണ്ട്. കടലിലുള്ള ഒരു തിരമാലകളുണ്ടാണ് അതിനെ ഗില്ല കടലിൽ വിളിക്കും. പക്ഷെ അതിന് ഗന്നേസറത്ത് തടാകമെന്നും പേരുണ്ട്, തിബിരിയാസ് കടലിനും പേരുണ്ട്. വലിയ വെള്ളം ഉപ്പുള്ള, അല്ലെങ്കിൽ ശുദ്ധജലമാണ്, നാക്കി തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അതും ഒരു കായലാണ്. അപ്പൊ ഇതുപോലെ ഈ ഭോഷ്കോർ എന്ന ഇവർക്കുള്ള ഒരു തീ കത്തുന്നായ കായലാണ് എന്നാണ് അവിടെ നമ്മൾ വെളിപ്പാട് നമ്മൾ വായിക്കുന്നത്. വൈകി എന്ന് പറഞ്ഞാൽ കുളം എന്ന അർത്ഥം. കുളമല്ല, കായലാണ്, ലേക്കാണ്. സ്വോത്രം, കായലിൽ നമുക്കറിയാം. അപ്പൊ 5-ാം അധ്യായത്തിന് 1 വാക്യങ്ങളിലെ ഒരു അന്യാസിനെയും സെപ്പറേയും കുറിച്ച് വായിക്കുന്നു. അന്യാസ് സെപ്പറി അവര് അതിന് തൊട്ടുമുള്ള അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ബർന്നവാസ് എന്ന് പറയുന്ന സഹോദരൻ തന്നെ നിലമെല്ലാം വിറ്റേച്ച് ആ പണം മുഴുവൻ പത്രോസ് പാസ്റ്റർ പക്കൽ കൊണ്ട് ഏൽപ്പിച്ചു. അതുകൊണ്ടപ്പോൾ നമ്മളും സ്ഥലമൊക്കെ വിറ്റ് പൈസ കൊടുത്തിൽ മോശമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് മോശമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്യാസ് സെപ്പറയും അവർക്കുണ്ടാകുന്ന സ്ഥലമൊക്കെ വിറ്റേച്ച് കുറച്ച് കാശ് മാറ്റി വെച്ചുകൊണ്ട് പത്രോസ് പാസ്റ്റർ പക്കൽ കൊണ്ട് ഏൽപ്പിച്ചു. എന്നാൽ പത്രോസ് പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ ഇത്രയ്ക്കാണ് സ്ഥലം വിട്ടത് എന്ന് പറയുമ്പോൾ അത്രയ്ക്കാണെന്ന് കള്ളമാണ് പറയുന്നുണ്ട്. എന്നാൽ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ്, അല്ല പാസ്റ്ററെ, കുറച്ച് പൈസ ഞങ്ങളുടെ വീട്ടിൽ വേണ്ടി മാറ്റി വെച്ചു, ബാക്കിയാണെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ കള്ളം പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ ആ ഭർത്താവായ അനന്യാസ് അവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഴഞ്ഞു വീണ മരിക്കാൻ ഇടയായിത്തീർന്നു. പുറത്തുനിന്ന് ആൾക്കാരെ ആ സഹോദരനെ കൊണ്ട് കുഴിച്ചിട്ടു. ഈ സത്യം അറിയാതെ തന്റെ ഭാര്യയെ സഫീറ അവിടേക്ക് കടന്നു വന്നു. അവരോടും പത്രോസ് പാസ്റ്റർ ചോദിച്ചു, ഇത്രയ്ക്ക് ആണോ നിങ്ങൾ സ്ഥലം വിട്ടത്? അവരും കള്ളം പറഞ്ഞു. എന്നാൽ അവരെങ്കിലും സത്യം പറഞ്ഞെങ്കിൽ അവരെങ്കിലും മരിക്കാതെ. എന്നാൽ അവരും തന്റെ ഭർത്താവിനെ അനുഗമിച്ചുകൊണ്ട്, ഭർത്താവിനെ പോലെ കള്ളം പറഞ്ഞുകൊണ്ട് ആ സഫീറ എന്നുള്ള സഹോദരിയും അവിടെ കുഴഞ്ഞു വീണ് അറ്റാക്ക് വന്ന് മരിക്കാമെന്നൊക്കെ ഉണ്ടായിത്തീർന്നു. അപ്പോൾ ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഒരു ദിവസം തന്നെ പത്രോസ് പാസ്റ്റർ ഉപയോഗിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ കാരണം എന്താണ്? അവർ കള്ളം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് കള്ളം പറയുന്നത് കളിയല്ല. തീക്കളി എന്ന് രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ ഒരു തീക്കളിയാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കള്ളം പറയാതെ ഈ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യം എന്ന് പറഞ്ഞ ബെൽറ്റ് ധരിച്ചുകൊണ്ട് സത്യം മാത്രം പറയുകയും സത്യം മാത്രം പ്രവർത്തിക്കുകയും സത്യം പറയുന്നവർക്ക് മാത്രം കൂട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് മണവരെന്നും വിശ്വസ്തരായിട്ട് ജീവിച്ചുകൊണ്ട് ജീവിതം പ്രാപിക്കാനായിട്ട് നമുക്ക് ഒരുവാശം നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് നീതി എന്ന കവചം എന്നുള്ളതാണ്. ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ജസ്റ്റിസ് എന്നാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. ഒരു റോമപട്ടാളക്കാരന്റെ രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് അവന്റെ നെഞ്ചിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നായ പ്ലേറ്റ് ആണ്. അതിനാണ് ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്, അതിനാണ് കവചം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോമപട്ടാളക്കാരന് തന്റെ നെഞ്ചിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു കവചം ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ പട്ടാളക്കാരൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കവചം അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ആവശ്യമാണ്. അതിന്റെ പേരാണ് നീതി എന്ന കവചം. പിശാചിന്റെ ആക്രമണം നമ്മുടെ നെഞ്ചിന് നേരെ തറയ്ക്കാതിരിക്കാനായിട്ട് നമുക്ക് നീതി എന്നുള്ള ഒരു കവചം ആവശ്യമാണ്.
അതായത് നീതിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. നീതി മാത്രം പ്രവർത്തിക്കുകയും അന്യായവും അനീതിയും പ്രവർത്തിക്കാതെയും നീതിക്ക് മാത്രം കൂട്ടുനിന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 11 വാക്യങ്ങളിലും 2 തീമോഥെയോസ് 4:8 എഫെസ്യരുടെ 10 നമുക്കിത് കാണാൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വായിക്കുന്നില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, കർത്താവ് പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് കൊണ്ടും കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അപ്പോൾ മലയാളത്തിലെ പഴഞ്ചൊല്ലുണ്ട്, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. അത് നമുക്ക് വാദമല്ല. നാട്ടിലെ എല്ലാ ആൾക്കാരും അനീതി മാത്രം പ്രവർത്തിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നീതി മാത്രം പ്രവർത്തിക്കുകയും നീതിക്ക് വേണ്ടി മാത്രം നിൽക്കുകയും ചെയ്യണം. നാട്ടിലുള്ള നമ്മുടെ താമസിക്കുന്ന ദേശത്തുള്ളായ സകല ആൾക്കാരും, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള സകല ആൾക്കാരും അന്യായം പ്രവർത്തിച്ചാലും അനീതി പ്രവർത്തിച്ചാലും നമ്മൾ അതിനെ കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മൾ നീതി മാത്രം പ്രവർത്തിക്കുകയും നീതിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഇതിനകത്തേക്കാൾ ദൈവകർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അല്ലാഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ആ രണ്ടാമത്തെ ആയുധമായ കവി നഷ്ടപ്പെടും. അങ്ങനെ ശത്രുപിശാചിന്റെ ആക്രമണത്തിന് നമ്മൾ ഇടയായിത്തീരും എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. മൂന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിന്റെ ചെരുപ്പ്, റെഡിനെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ. അതാണ് നമ്മുടെ ഷൂസ് അല്ലെങ്കിൽ ബൂട്ട്സ്. അപ്പോൾ റോമ പട്ടാളക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്റെ മൂന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് തന്റെ കാലിൽ ഫിറ്റ് ചെയ്യുന്നതായ ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂസ് ആയിരുന്നു റോമ പട്ടാളക്കാരൻ. നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഈ ഷൂസും ബൂട്ട്സും ഒക്കെ ഉണ്ട്. എന്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്, 96 വയസ്സായി. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ പിതാവിന്റെ ഈ ചുമന്ന ഷൂസും കറുത്ത ബൂട്ട്സും ഒക്കെ ഈ പോളിഷിനകത്ത് ബ്രഷുമൊക്കെ ഇട്ട് പോളിഷ് ചെയ്യുന്ന പണി എന്റെ പണിയായിരുന്നു. അതുപോലെ തന്നെ തന്റെ യൂണിഫോമിലും അതുപോലെ തന്നെ ബെൽറ്റിനും ഒക്കെ ധരിക്കുന്നതായ ഈ പിക്ചറുള്ള ഒരു കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ബ്രാസോ എന്ന് പറയുന്ന പേരുള്ള ഒരു ദ്രാവത്തിൽ തുണി മുക്കിയിട്ട് ഈ സ്റ്റാറും അതുപോലെ സാധനങ്ങളൊക്കെയും ബ്രാസ് പിക്ചറുണ്ടായ ഈ സാധനങ്ങളൊക്കെയും അതും പോളിഷ് ചെയ്യാന്നുള്ളത് എന്റെ പണിയായിരുന്നു. അപ്പൊ നല്ലോണം അത് സ്വർണം പോലെ തിളങ്ങുമായിരുന്നു ഈ പിക്ചറുണ്ടായ സാധനങ്ങൾ. നമുക്കറിയാം ഈ പോലീസുകാരുടെയൊക്കെ ഷോൾഡറൊക്കെ സ്റ്റാറൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പട്ടാളക്കാർക്കും ഉണ്ട്. അപ്പൊ ഇതെല്ലാം പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടത് എന്റെ ജോലിയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം പോലീസുകാർക്കും നമ്മുടെ നാട്ടിലെ പോലീസുകാർക്കും പട്ടാളക്കാർക്കൊക്കെ ഇതുപോലെ അയക്കുന്ന ഷൂസും ബൂട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോ റോമിലെ പട്ടാളക്കാർക്ക് ഇതുപോലെ ഷൂസും ബൂട്ട്സും ഉണ്ടാകുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ പട്ടാളക്കാർക്കും ഈ ഷൂസും ബൂട്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ പട്ടാളക്കാരെ നമ്മുടെ ജീവിതത്തിലും ഈ ഷൂസും ബൂട്ട്സും ഒക്കെ ആവശ്യമാണ്. എന്തിനുവേണ്ടിയാണ്? നമ്മുടെ കാലില് ശത്രുപിശാചിന്റെ ആക്രമണം ഉണ്ടാകാതെ കാലിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ ഈ ഷൂസും ബൂട്ട്സും എന്ന് പറയുന്നത് അക്ഷരീയമായ ഷൂസും ബൂട്ട്സും അല്ല, പിന്നെയോ സമാധാന സൂക്ഷിക്കുന്ന ഒരുക്കമാണ് നമ്മുടെ കാലിലെ ചെരുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കാലിലെ ഷൂസും ബൂട്ട്സും. അതായത് സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കം. ബഹുമാനപ്പെട്ട ഈ മീറ്റിംഗിൽ എഴുതായ സിജോ വർഗീസ് പാഷ പറയുണ്ടായി, നാളെ അവരെ ഈ സമാധാന സുവിശേഷം അറിയിക്കാൻ പോകണമെന്ന് പറയുണ്ടായി. പരിശീലനമൊക്കെ നടത്തിക്കൊണ്ട്, പരിശീലനവും ഈ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ട് അവരെ നാളെ സുവിശേഷം അറിയിക്കാൻ പോകണമെന്ന് പറയുണ്ടായി. അപ്പൊ അതാണ് കാലിലെ ഷൂസ് അല്ലെങ്കിൽ ബൂട്ട്സ് അല്ലെങ്കിൽ ചെരുപ്പ് എന്ന് പറയുന്നത്. സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം, റെഡിനെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ. അപ്പോൾ അതിനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, റോമർ 1:16 പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്നാണ്. ഐ എം നോട്ട് അഷേംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. എഫെസ്യർ 6:15 ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഗോസ്പൽ എന്നുള്ള ആ വാക്ക്, അതിൽ 6 അക്ഷരങ്ങളുണ്ട്. 6 വാക്കുകളുടെ ഒരു ഷോർട്ട് ഫോമാണ്. ഗോഡ്സ് ഓൺലി സൺ പ്രൊവൈഡ്സ് ഇറ്റേണൽ ലൈഫ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ദൈവത്തിന്റെ ഏകപുത്രൻ നിത്യജീവൻ നൽകുന്നു എന്നാണ് ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ 4ാമത്തെ ആയുധം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുക, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് ആണ്. അത് ഇടത്തേക്ക് ധരിക്കേണ്ടത്. കാരണം ഒരു റോം പട്ടാളക്കാരന്റെ കയ്യില് ഇടത്തേക്കൽ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു, ഒരു പരിചയുണ്ടായിരുന്നു. വലത്തേക്കൽ വാളുണ്ടായിരുന്നു, സൈഡുണ്ടായിരുന്നു. അപ്പോൾ ഇടത്തേക്കൽ ധരിക്കേണ്ട ആയുധമാണ് ഈ പരിചയം എന്ന് പറയുന്നത്. സ്വത്രം. ഇതുപോലെ ദൈവത്തിന്റെ പട്ടാളക്കാർ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കയ്യിലും
ഒരു പരിചയ ആവശ്യമുണ്ട്. ആ പരിചയുടെ പേരാണ് വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. നമുക്കറിയാം കളരിപ്പയറ്റ് ഉദാഹരണമായിട്ട് പണ്ടൊക്കെ കളരിപ്പയറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ മിസൈലും തോക്കും ബോംബും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആയുധം എന്ന് പറയുന്നത് കളരിപ്പയറ്റാണ്. അപ്പോൾ ഇപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ നമ്മൾ പടമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇടത്തേക്ക് ഈ കളരിപ്പയറ്റ് നടത്തുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു പരിചയം ഉണ്ടാകും. എന്തിനുവേണ്ടി ആ പരിചയ? ശത്രുവിന്റെ ആ വെട്ട് വരുമ്പോൾ അത് തടയാൻ വേണ്ടിയാണ്, ഇങ്ങനെ തടയാൻ വേണ്ടി. അയാളുടെ വലത്തേക്കൽ ഒരു വാളുണ്ടാവും. അപ്പൊ വലത്തേക്കിലെ വാളുകൊണ്ട് അയാൾ ശത്രുവിനെ വെട്ടുകയും ശത്രുവിന്റെ കയ്യിലും കൊണ്ട് ഈ വാളും പരിയും. ശത്രു തന്നെ അയാളുടെ കയ്യിലിരിക്കുന്ന വാളും കൊണ്ടുമ്പോൾ തന്റെ അടുത്തേക്കുള്ള വാളുകൊണ്ടിരിക്കെ തടയുകയും ചെയ്യും. അപ്പോൾ തടയാൻ വേണ്ടിയുള്ളതായ ആയുധമാണ് ഈ പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പട്ടാളക്കാരായ നമ്മുടെ ജീവിതത്തിലും ഒരു പരിചയം വേണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദുഷ്ടൻ ചെയ്യുമ്പോഴൊക്കെ കെടുത്തിക്കളയുന്നതിനായിട്ട് വിശ്വാസം എന്ന പരിചയ ധരിക്കണം അപ്പോസ്തലൻ പറഞ്ഞു. അപ്പോൾ ഈ പരിചയ ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ ശത്രുപിശാചിന്റെ തീകൊണ്ടുള്ള അമ്പുകൾ നമ്മുടെ ശരീരത്തിൽ തറയ്ക്കാൻ തൊക്കെ ഏറ്റുതരും. അപ്പൊ നമ്മളെ ശത്രുപിശാച് ചുട്ടുകരിക്കും എന്നാണ് ഈ അർത്ഥം. അപ്പോൾ ശത്രുപിശാച് തന്റെ തീകൊണ്ടുള്ള അമ്പ് ചെയ്ത് നമ്മളെ ചുട്ടുകരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വിശ്വാസങ്ങളുടെ പരിചയ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമാണ് അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുന്ന കാര്യം. എഫെസ്യർ 16 എബ്രായർ 11:1 2 കൊരിന്ത്യർ 5:7 ഹബക്കൂക്ക് 2:4 എബ്രായർ 10:38 റോമർ 1:17 ഗലാത്യർ 3:14 ഒക്കെ നമുക്ക് വിശ്വാസത്തെ കുറിച്ച് കാണാൻ സാധിക്കും. ഒരു ഡെഫിനിഷൻ മാത്രം പറഞ്ഞ് ഞാൻ ആ പോയിന്റ് ഇവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എബ്രായർ 11:1 വായിക്കുന്ന ഒരു നല്ല നിർവചനം നമുക്ക് വിശ്വാസത്തെ കുറിച്ച് കാണാൻ സാധിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. കൊട്ടേഷൻ വിശ്വാസത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഫെയ്ത്ത് ഈസ് ദി ട്രസ്റ്റ് ഇൻ ദി ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ വിശ്വസിച്ചുള്ള ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ആയുധം എന്ന് പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രം. ഒരു റോമൻ പട്ടാളക്കാരന് തന്റെ തലയിലെ ശത്രുവിന്റെ വെട്ടുകൊള്ളാതിരിക്കാനായിട്ട് ഒരു ഹെൽമെറ്റ് ധരിക്കുമായിരുന്നു, തലക്കോരി ധരിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ പട്ടാളക്കാരൻ നമ്മുടെ ജീവിതത്തിലും ശത്രുപിശാചിന്റെ ആക്രമണം നമ്മുടെ തലയ്ക്ക് കൊള്ളാതിരിക്കാനായിട്ട്, തല സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്കൊരു ആയുധം ആവശ്യമാണ്. ആ ആയുധത്തിന്റെ പേരാണ് രക്ഷ എന്ന ശിരസ്ത്രം അല്ലെങ്കിൽ ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. നമുക്കൊരു ഹെൽമെറ്റ്, നമുക്കൊരു തലക്കോരി ആവശ്യമാണ്. അതിന്റെ പേരാണ് രക്ഷ എന്ന ശിരസ്ത്രം അല്ലെങ്കിൽ ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. നമുക്കറിയാം സ്കൂട്ടറും ബൈക്കും ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് കമ്പൽസറി ആണ്, നിർബന്ധം. അല്ലെങ്കിൽ പോലീസ് ഫൈനടിക്കും. അതുപോലെ തന്നെ നമ്മളെ പേപ്പറിലൊക്കെ കാണാറുണ്ട്. ഈ പലപ്പോഴും സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം സമരം ഉണ്ടാക്കുമ്പോൾ പേപ്പറിലും വീഡിയോ കാണാറുണ്ട്. അന്നേരം പല പോലീസുകാരും തലയിൽ ഇതുപോലെ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സ്കൂട്ടറും ബൈക്കും ഒക്കെ ഓടിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പോലീസുകാരും ഈ ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ റോമൻ പട്ടാളക്കാർക്കും ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പട്ടാളക്കാരായ നമ്മുടെ ജീവിതത്തിലും ഒരു ഹെൽമെറ്റ് ആവശ്യമാണ്. ആ ഹെൽമെറ്റിന്റെ പേരാണ് രക്ഷ എന്നുള്ള ഹെൽമെറ്റ് അല്ലെങ്കിൽ രക്ഷ എന്ന ശിരസ്ത്രം. അതായത് നമ്മുടെ തലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് യേശുവിൽ മാത്രമുള്ള രക്ഷ എന്നാണ് ഇതിന്റെ അർത്ഥം. ഭാരതീയ യേശു എന്നുള്ളതായ പേരിന്റെ അർത്ഥം തന്നെ സേവർ ഓഫ് ദ സിന്നേഴ്സ് അല്ലെങ്കിൽ പാപികളുടെ രക്ഷ എന്നാണ്. മറ്റൊരുത്തിലും രക്ഷയില്ലെന്നാണ് നമ്മൾ അപ്പോസ്തലർ പ്രവൃത്തി 4:12 വായിക്കുന്നത്. മറ്റൊരുത്തിലും രക്ഷയില്ല. നാമം ആകാശത്തിൽ മനുഷ്യർ നൽകപ്പെട്ട യേശുവിലെ വേറൊരു നാമമില്ലെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഭാരതീയ എഫെസ്യർ 17 മത്തായി 1:24 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശുവിൽ മാത്രം രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, അവൻ തന്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ പാപികളുടെ രക്ഷ എന്നാണ്. ഹാലലൂയ. അപ്പോൾ വേറെ ഒരു മതങ്ങളിലെയും ഒരു ദൈവത്തിലും രക്ഷയില്ല, പിന്നെയോ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഹാലലൂയ. ഇനി നമുക്ക് 2 ആയുധം കൂടി ഉണ്ട്. അവിടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ 5 ആയുധങ്ങളാണ് പ്രതിരോധ ആയുധങ്ങൾ, വെപ്പൺസ് ഓഫ് ഡിഫൻസ് പറയുന്നത്. ഇനി വേറെ 2 ആയുധം കൂടി ഉണ്ട്. അതായത് ആക്രമണ ആയുധങ്ങൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വെപ്പൺസ് ഓഫ് ഒഫൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 1ാമത്തെ ആയുധം എന്ന് പറയുന്നത് ദൈവം വന്ന ആത്മാന്റെ വാള് അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ദി സ്വേർഡ് ഓഫ് ദ സ്പിരിറ്റ്. അപ്പോൾ ഒരു റോമൻ പട്ടാളക്കാരനെ കയ്യില് ആക്രമിക്കുന്നതിനായിട്ട് ഉണ്ടായിരുന്ന ആദ്യത്തെ ആയുധമാണ് വാളെന്ന് പറയുന്നത്. റോമൻ പട്ടാളക്കാരന്റെ വലത്തെ കയ്യിൽ, അത് വേഗം പറഞ്ഞില്ല, പരിചയ ഇടത്തേക്കലാണ്, വലത്തേക്കാണ് താൻ വാള് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ റോമൻ പട്ടാളക്കാരന്റെ കയ്യില് വലത്തേക്കൽ വാള ഉണ്ടായിരുന്ന പോലെ ദൈവത്തിന്റെ പട്ടാളക്കാരെ നമ്മുടെ കയ്യിലും ഒരു വാൾ ആവശ്യമാണ്. ആ വാളിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ
ഈ ദൈവവചനം എന്ന് പറഞ്ഞായ ആത്മാവിന്റെ വാള് നമ്മളെ ഓരോരുത്തരും നമുക്ക് കയ്യിൽ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിലും അതിന്റെ അർത്ഥം നമ്മള് എല്ലാ ദിവസവും ഇത് വായിച്ച് ഇതിലെ വാക്യങ്ങള് മനപ്പാടാക്കണമെന്നും ശത്രുപിശാചാക്രമണം നമ്മുടെ നേരെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് ഈ ദൈവമാകുന്ന വാൾ ഉപയോഗിച്ച് ശത്രുപിശാചിനെ വെട്ടണമെന്നാണ് ഈ അർത്ഥം. ഹാരലിയ. അതിന് നമ്മള് എല്ലാ ദിവസം മുടങ്ങാതെ ദൈവവചനം വായിച്ച് കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം കർത്താവിനെ 3 പ്രാവശ്യം ശത്രുപിശാചെ പരീക്ഷിക്കുകയുണ്ടായി. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് 3 പ്രാവശ്യം സത്താന്റെ ടെംപ്ടേഷൻസ് അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടായപ്പോഴൊക്കെയും ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ ഓരോ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഈ ശത്രുപിശാചിനെ വെട്ടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ വെട്ടുകൊണ്ട് ശത്രുപിശാചെ കർത്താവിനെ വിട്ട് പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് കാണിച്ചായ ആ നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് ശത്രുപിശാചെ പലവിധത്തിലായ ടെംപ്ടേഷൻസുമായിട്ട് അല്ലെങ്കിൽ പ്രലോഭനമായിട്ട് നമ്മുടെ വരുമ്പോൾ, നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ, ഹല്ലേലൂയ, ഈ ദൈവത്തിലെ ഓരോ വാക്യങ്ങളാകുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുപിശാചിനെ വെട്ടിക്കൊണ്ട് വിജയം വരിപ്പാനായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിതിനെ ദൈവങ്ങൾക്ക് താഴ്ത്തിയേൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ദൈവവചനം തീ പോലെയും പാറയെ തകർന്ന ചുറ്റിയ പോലെയും ആകുന്നതാണ് യിരെമ്യാവ് 23:23 നമ്മൾ വായിക്കുന്നത്. ദൈവവചനം കേൾവി മൂലം പാപികളിൽ മനസാന്തരപ്പെടും എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞ പോലെ നാളെ അവരെ പരിശ്രമം നടത്താനായിട്ട് പോകുന്നത്. അവർ പരിശ്രമം നടത്തുമ്പോഴൊക്കെയും അവരെ ദൈവവചനം പ്രസംഗിക്കും. അപ്പോൾ അത് കേട്ട് അനേക പാപികൾ മനസ്സന്തരപ്പെടുകയും അവരെ രക്ഷിക്കപ്പെടുകയും അവരെ സ്നാനപ്പെടാനായിട്ട് ദേവനൊക്കെ എടുക്കുകയും ചെയ്യും. നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ദേവസനെ പറയുണ്ടാലോ, കഴിഞ്ഞ പ്രാവശ്യം അവരെ പ്രകാരം പരിശ്രമം നടത്തിയപ്പോൾ 3 കുടുംബങ്ങളെ അവർക്ക് ലഭിച്ചു എന്ന് പറയുണ്ടാലോ. ഹാലലുയ. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അനേകരെ മനസ്സന്തരപ്പെടാൻ കൊണ്ട് ഇടയായിത്തീരും. ഹാലലുയ. ഈ ശത്രുപിശാചിന്റെ പിടിയിൽ നിന്ന് ഒഴിവിക്കപ്പെടാൻ കൊണ്ട് ഇടയായിത്തീരും. അപ്പോൾ രണ്ടാമത്തെ ആയുധം അല്ലെങ്കിൽ ആക്രമണായുധം അല്ലെങ്കിൽ വെപ്പൺസ് ഓഫ് ഒഫൻസ് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. ശത്രുപിശാചിനെ ആക്രമിക്കാനുള്ള രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന അല്ലെങ്കിൽ പ്രയർ എന്നുള്ളതാണ്. 2 വിധത്തിലായ പ്രാർത്ഥനകളുണ്ട്. ഒന്ന് ആത്മാവ് കൊണ്ടും രണ്ടാമത്തേത് ബുദ്ധി കൊണ്ടും. 1 Corinthians 14:15 നമുക്ക് കാണാൻ സാധിക്കും. നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. 1 Corinthians 14:14. യൂദ 20, റോമർ 8:26, എഫെസ്യർ 6:18 നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 7 ആത്മീയ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥന. കാരണം ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോസ്തലൻ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ചില കൊട്ടേഷൻസ് കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കൊട്ടേഷൻ എന്ന് പറയുന്നത് സിറ്റ് അറ്റ് ദ മാസ്റ്റേഴ്സ് ഫീറ്റ് ഇൻ പ്രയർ. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിയോളജിക്കൽ കോളേജ് ഫോർ സെമിനാരി ഇൻ ദിസ് വേൾഡ്. അതായത് ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ പ്രാർത്ഥനയിൽ ഇരിക്കുക. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിയോളജിക്കൽ കോളേജും സെമാരിയും എന്നാണ് സിഖ് മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നായ സാധു സുന്ദർ സിംഗ് എന്നിവരുടെ ദൈവാസൻ പറഞ്ഞെന്ന് ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഇനിയും രണ്ടാമത്തെ കൊട്ടേഷൻ എന്ന് പറയുന്നത് പ്രയർ ഇസ് എ കീ ടു റിലീസ് ദി പവർ ഓഫ് മൈറ്റി ഗോഡ്. അതായത് നമുക്കറിയാം കാറും സ്കൂട്ടറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബൈക്കും ഒക്കെ സ്റ്റാർട്ട് ഒരു ചാവി ഇട്ടിരിക്കണം, താക്കോട്ട് തിരിക്കണം. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തിയെ പ്രേരിപ്പിക്കുന്നതായ ഒരു ആയുധമാണ്, ഒരു താക്കോലാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശക്തിയെ പ്രേരിപ്പിക്കുന്നതായ ഒരു താക്കോലാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ കൊട്ടേഷൻ എന്ന് പറയുന്നത് എ പ്രയർഫുൾ ക്രിസ്ത്യൻ ഇസ് എ പവർഫുൾ ക്രിസ്ത്യൻ. അതായത് ഒരു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി ഒരു ശക്തനായ ക്രിസ്ത്യാനി എന്നതിന്റെ അർത്ഥം. ഈ നാലാമത്തെ കൊട്ടേഷൻ എന്ന് പറയുന്നത് എ പ്രയർഫുൾ ചർച്ച് ഇസ് എ പവർഫുൾ ചർച്ച്. അതായത് ഒരു പ്രാർത്ഥിക സഭ എന്ന് പറയുന്നത് വളരെയധികം ശക്തിയുള്ള സഭയാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് 4 കൊട്ടേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു റോമൻ പട്ടാളക്കാരന് പുറത്ത് ആയുധമൊന്നുമില്ല. അതിന് മുൻവശത്ത് മാത്രമുള്ള ഈ എല്ലാ ആയുധങ്ങളും, പുറത്ത് ഒരു ആയുധവുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? എന്നാൽ ശത്രുവിനെ ഭയപ്പെട്ട ഒരിക്കലും പിന്തിരിഞ്ഞ് ഓടാനായിട്ട് ഒരു റോമൻ പട്ടാളക്കാരന് അനുവാദമില്ല. കാരണം അങ്ങനെ പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ശത്രുവായ പിശാചിന്റെ കയ്യിലും റോമൻ പട്ടാളക്കാരുടെ എതിർക്കുന്ന ശത്രുക്കളുടെ കയ്യിലും ഈ വാളും പരിചയമുള്ളതുകൊണ്ട് അവൻ പിന്തിരിഞ്ഞ് ഓടിക്കഴിയുമ്പോൾ അവരെ എതിർക്കുന്ന മറ്റ് ശത്രുക്കളായ പട്ടാളക്കാരെ അവരുടെ കയ്യിൽ വാളുകൊണ്ട് ഈ റോമൻ പട്ടാളക്കാരനെ വിട്ടു. അതുകൊണ്ട് ഒരിക്കലും ഒരു റോമൻ പട്ടാളക്കാരന് പിന്തിരിഞ്ഞ് ഓടാനായിട്ട് അനുവാദമില്ലെന്നാണ് എൻ്റെ നിയമം. ഇതുപോലെ തന്നെ
ദൈവത്തിന്റെ പട്ടാളക്കാരായ നമ്മുടെ യൂത്തിലും ഒരിക്കലും നമുക്ക് പിന്തിരിഞ്ഞോടാൻ അനുവാദമില്ല. കാരണം നമ്മുടെ പുറത്തും ഒരു ആയുധവും ഇല്ല. അങ്ങനെ നമ്മളെ പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശത്രുരാഭിഷാന്റെ തീ കൊണ്ടുള്ള അമ്പുകൾ നമ്മുടെ പുറത്ത് ഇറക്കുകയും നമ്മളെ ചുട്ട് കരിഞ്ഞ് പോവുകയും ചെയ്യാൻ ഇടയത്തിൽ. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടതയും പ്രയാസവും നമ്മുടെ ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ പിന്തിരിഞ്ഞ് ഓടരെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്മാറിപ്പോരുന്ന അതിന്റെ അർത്ഥം. നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോരുത്. ഏതെല്ലാം വിധ കഷ്ടത ഉണ്ടായി. നമുക്ക് അയ്യോന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയുണ്ടായി. അതാ പിന്തിരിഞ്ഞു പോയില്ല, പിന്മാറിപ്പോയില്ല. എന്റെ ഭാര്യ വരെയും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യത്തിനെ പ്രേരിപ്പിച്ചു. എന്നാൽ ആ സമയത്ത് ഈ ഒരു പൊട്ടി സംസാരിക്കുന്നു, ദൈവത്തിലെ നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളുന്നു പറയുന്നത് തന്റെ ഭാര്യ വഴക്കുറയുന്ന ഒരു ഈയോനൊക്കെ കാണാൻ സാധിക്കും. സമയം അത്ര എടുത്ത് വായിക്കുന്നില്ല. അതാണ് യോബിന്റെ പുസ്തകം 13:15 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. അതാണ് യോബിന്റെ പുസ്തകത്തിലെ കീവേഡ്സിലെ താക്കോൽ വാക്യം എന്ന് പറയുന്നത്. യോ പറയാണ്, അവനെ കൊന്നാലും ഞാൻ അവിടെ തന്നെ കാത്തിരിക്കും, അവനെ കൊന്നാലും ഞാൻ അവിടെ തന്നെ കാത്തിരിക്കും. അതുകൊണ്ട് അങ്ങനെ കാത്തിരുന്നുണ്ട്, ഈ കഷ്ടതയും പ്രയാസമൊക്കെ സഹിച്ച് പിന്മാറിപ്പോതെ കാത്തിരുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ കടന്നിരുമ്പോൾ 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ ഇരട്ടിയായിട്ട് ദൈവകർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു എന്ന് കാണുന്ന കാര്യം. അവിടെ പ്രിയമുള്ള ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തില് ഏതെല്ലാമത്തുള്ള കഷ്ടതയും പ്രയാസം ഉണ്ടായാൽ തന്നെ ഒരിക്കലും ഒരു റോം പട്ടാളക്കാരനെ പോലെ പിന്തിരിഞ്ഞ് ഓടരുത് എന്നാണ് ദൈവകർത്താവ് രാത്രി നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം. എബ്രായർ 10:32 വായിക്കുന്നത് പിന്മാറുന്നതാണ്. എബ്രായർ 10:39 വായിക്കുന്നത് നമ്മളെ നാശത്തിലേക്ക് പിന്മാറുന്നതാണ് കാര്യം. സ്വത്രം കാര്യം. ഞാനിവിടെ 7 കൂട്ടം ആത്മീയ അതിനെ കുറിച്ച് പറയാനുണ്ടായി. ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് സത്യം എന്ന ബെൽറ്റ് ഓഫ് ട്രൂത്ത്. രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് നീതി എന്ന കവചം, അല്ലെങ്കിൽ ദി ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. മൂന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് സമാധാന വിശേഷത്തിനുള്ള ഒരുക്കം, അല്ലെങ്കിൽ റെഡിനെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ. നാലാമത്തെ ആയുധം എന്ന് പറയുന്നത് വിശ്വാസം എന്ന പരിചയം, അല്ലെങ്കിൽ ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, അത് ഇടത്തേക്ക് ധരിക്കണം, ലെഫ്റ്റ് ഹാൻഡിൽ. അഞ്ചാമത്തെ ആയുധം എന്ന് പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രം, അല്ലെങ്കിൽ ദി ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ഇനിയും ആറാമത്തെ ആയുധം എന്ന് പറയുന്നത് ദൈവനം എന്ന ആത്മാന്റെ വാള്, അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദി ഷോർഡ് ഓഫ് ദ സ്പിരിറ്റ്, അത് വലത്തെ കയ്യിൽ ധരിക്കണം. ഇനി ഏഴാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ് കാര്യം. പ്രാർത്ഥന. 7 കൂട്ടം ആയുധം ധരിച്ചുകൊണ്ട് പിന്മാറിപ്പോതെ നമ്മളെ തന്നെ മുമ്പോട്ട് ചോദിക്കാനായിട്ട് നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടി ദൈവം നമ്മളെ താഴ്ത്തിയേൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഒരു പാട്ടിന്റെ പാടിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ പിൻഗമിക്കാം, പിന്മാറാതെ പിൻഗമിക്കാം. ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, പിന്മാറാതെ പിൻഗമിക്കാം, പിന്മാറാതെ പിൻഗമിക്കാം. യേശുവൻ മിത്രം സാത്താനൻ ശത്രു, യേശുവൻ മിത്രം സാത്താനൻ ശത്രു, യേശുവൻ മിത്രം സാത്താനൻ ശത്രു, പിന്മാറാതെ പിൻഗമിക്കാം, പിന്മാറാതെ പിൻഗമിക്കാം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, 7 കൂട്ടം ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ശത്രുവിഷയമുള്ള യുദ്ധത്തിൽ പൂർണ്ണ വിജയം പ്രാപിക്കുന്നതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രയും സമയം വെച്ച് ബഹുമാനപ്പെട്ട ദേവസ്വന്റെ നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ എളി വാക്കുകളെ ചുരുക്കുന്നു. ഈ വേദന ദൈവം ഇവരെയും ഐശ്വര്യമായിട്ടും സമൃദ്ധിയായിട്ടും അംഗീകരിക്കുമാറാട്ടെ. താങ്ക് യു.